ഡിമാൻഡ് കർവ്, മൊണോപ്പൊളിയുടെയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെയും ഒളിഗോപ്പൊളിയുടെയും ഡിമാൻഡ് കർവ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? അത് വളരെ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. സങ്ക് കോസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അവിടെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കോബ് ഡഗ്ലസ്. MR ഈക്വൽ ടു AR ഇൻറ്റു ഓർക്കുന്നുണ്ടോ 1 - E ഡിവൈഡഡ് ബൈ E. അത് നന്നായിട്ട് പഠിച്ചിട്ട് ഈ ചാപ്റ്റർ പഠിച്ചോട്ടോ. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 1 പഠിക്കാൻ എളുപ്പമാണ്, 2 പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും, മാർക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെയുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് അത് സ്കിപ്പ് ചെയ്യണം? വളരെ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്റർ അല്ലേ. ദെൻ കണ്ടീഷൻസ് ഇല്ലേ, പ്രോഫിറ്റ് ലോസ് നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ? ചോദിക്കും മക്കളെ. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ലീഡിങ് ഇൻഡിക്കേറ്റർ, ലാഗിങ് ഇൻഡിക്കേറ്റർ ആൻഡ് കൺകറന്റ് ഇൻഡിക്കേറ്റേഴ്സ്. കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ആ ഡിഗ്രീസിന്റെ വാല്യൂ എന്താണ്, ഡിഗ്രീസിന്റെ ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സെറ്ററീസ് പാരിബസിന്റെ മീനിങ് നന്നായിട്ട് പഠിച്ചിട്ട് പൊക്കോളൂ. കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ്, അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ദെൻ AC ആൻഡ് MC തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതൊരു സാമ്പിൾ വെടിക്കട്ട, തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ.